ഹായ്, ക്വാഡ് എന്ന് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. അതായത് ക്വാഡ്രിലാറ്ററൽ അലയൻസ്. കഴിഞ്ഞൊരു വീഡിയോയിലും നമ്മൾ ചർച്ച ചെയ്തതാണ്. അതായത് അതിശക്തരായ 4 രാജ്യങ്ങൾ: അമേരിക്ക, ഇന്ത്യ, ജപ്പാൻ, ഓസ്ട്രേലിയ. ഇവരുടെ ഒരു കൂട്ടായ്മയാണ് ഈ ക്വാഡ് എന്ന് പറയുന്നത്. ഇത് പലപ്പോഴും ഈ ചൈന അടക്കമുള്ള രാജ്യങ്ങളെ അലോസരപ്പെടുത്താറുണ്ട്. ഇവർ ഈ ഏഷ്യൻ നാറ്റോ എന്നാണ് ഈ ഓർഗനൈസേഷനെ വിളിക്കുന്നത് തന്നെ. എന്നാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതേ 4 രാജ്യങ്ങൾ തന്നെ ഉൾപ്പെട്ട ഒരു സൈനികാഭ്യാസ പ്രകടനം എല്ലാ വർഷവും നമ്മുടെ രാജ്യത്ത് നടത്താറുണ്ട്. അതിൻ്റെ പേര് മലബാർ എക്സസൈസ് എന്നാണ്. നമ്മുടെ രാജ്യത്ത് തന്നെ ആവണമെന്നില്ല, പല രാജ്യങ്ങൾ നടത്താറുണ്ട്. എന്തായാലും ഈ 4 രാജ്യങ്ങൾ ചേർന്നിട്ടാണ് ഈ എക്സസൈസ് നടത്താറുള്ളത്. ഇപ്രാവശ്യം ഒക്ടോബർ 8 മുതൽ 18 വരെ ഈ എക്സസൈസ് ഇന്ത്യയിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിൻ്റെ പോർട്ട് ബേസ് വിശാഖപട്ടണം പോർട്ടിൽ വെച്ചും ബാക്കി ബംഗാൾ ഉൾക്കടലിൽ വെച്ചുമായിട്ട് ആയിരിക്കും നടത്തുക. അങ്ങനെ ഓസ്ട്രേലിയ, ജപ്പാൻ, ഇന്ത്യ, US ഇവർ പങ്കെടുത്തുള്ള അതിശക്തമായ ഒരു സൈനിക അഭ്യാസ പ്രകടനം. ഇത് പ്രധാനമായിട്ടും നേവൽ ഫോഴ്സാണ് ഇതിൽ പങ്കെടുക്കുന്നത്. അതായത് ഏതാണ്ട് ഇതിൻ്റെ ഒരു ആരംഭത്തെക്കുറിച്ച് പറയുമ്പോൾ 1992 ഈ മലബാർ എക്സസൈസിൻ്റെ ആരംഭം. അന്ന് ഇന്ത്യയും അമേരിക്കയും മാത്രമാണ് ഇതിൽ മെമ്പേഴ്സ്. എന്നാൽ എല്ലാ വർഷവും കൃത്യമായിട്ടൊന്നും നടക്കാറില്ല, ഇടയ്ക്കിടയ്ക്ക് നടന്നു പോകുന്നൊരു എക്സസൈസ് ആയിരുന്നു. അതിന് പ്രാധാന്യം അത്രത്തോളം ഉണ്ടായിരുന്നില്ല. 2001 ലോകത്തെ മുഴുവൻ ഞെട്ടിച്ച്, ലോകത്തെ മുഴുവൻ കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് അമേരിക്കയിൽ ഒരു വലിയ സംഭവം ഉണ്ടായി. 9/11 അറ്റാക്ക് എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ട്വിൻ ടവർ അറ്റാക്ക്, അല്ലെങ്കിൽ ഈ വേൾഡ് ട്രേഡ് സെന്റർ വിമാനം ഇടിച്ചിറക്കി തകർത്ത സംഭവം ഒരുപാട് പേരെ കണ്ണീരിലാഴ്ത്തിയ ഒരു സംഭവമാണ്. അപ്പോൾ പല തീവ്രവാദ സംഘടനകളും ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് മനസ്സിലാക്കി അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾക്കൊരു പ്രധാന ബോധ്യം ഉണ്ടായി. ഈ ഇൻഡോ പസഫിക് റീജിയണിലെ പല രാജ്യങ്ങളും തീവ്രവാദ സംഘടനകൾ അതിശക്തമായി പ്രവർത്തിക്കുന്നു. അപ്പോൾ അവരെ നിലയ്ക്ക് നിർത്തുന്നതിന് വേണ്ടിയിട്ട് അതിശക്തമായ ഒരു എക്സസൈസ്, ഒരു സൈനികാഭ്യാസ പ്രകടനം, ഒരു കൂട്ടായ്മ വേണമെന്ന് മനസ്സിലാക്കി അതിനുശേഷം 2001 ശേഷം ഏതാണ്ട് 2002 മുതൽ കൃത്യമായിട്ട് ഈ മലബാർ എക്സസൈസ് എല്ലാ വർഷവും ആനുവലി നടത്തുകയായിരുന്നു. പിന്നീട് ഈ നമ്മൾ ജപ്പാനെ ഇതിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. പലപ്പോഴും ജപ്പാൻ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ഒരു പെർമനന്റ് മെമ്പറായിട്ട്, ഒരു ഫുൾ ടൈം മെമ്പറായിട്ട് ഇതിനോട്ട് ജോയിൻ ആയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നിരന്തരമായിട്ടുള്ള ക്ഷണപ്രകാരം 2015 ഒഫീഷ്യലി ജപ്പാൻ ജോയിൻ ചെയ്യുകയാണ്. പിന്നീട് 2020 ചൈനയുടെ പ്രഷറൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഓസ്ട്രേലിയ പലപ്പോഴും ഇതിൽ നിന്ന് വിട്ടു നിന്നിട്ടുണ്ടായിരുന്നു. എങ്കിലും ഏതാണ്ട് 2020 ശേഷം ഓസ്ട്രേലിയയും ഇതിനകത്തിൽ ഒഫീഷ്യലി ജോയിൻ ചെയ്തു. അതോടുകൂടി ഇത് ശക്തമായ ഒരു സംവിധാനമായിട്ട് മാറി. അതായത് ഈ ക്വാഡിലുള്ള മെമ്പേഴ്സ് ആരൊക്കെയാണോ അത്രയും ആൾക്കാർ തന്നെ നമ്മുടെ മലബാർ എക്സസൈസിലും ഉണ്ട് എന്നാണ് പറയുന്നത്. ഇതാ ഇപ്പോൾ അടുത്ത മലബാർ എക്സസൈസ് നടക്കുകയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആയുധപരമായിട്ടുള്ള മേഖലയിലും നേവൽ ഫോഴ്സിൻ്റെ സ്ട്രെങ്ത്തുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ട് ഒരുപാട് വലിയ നേട്ടങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കട്ടെ. ഈ പറഞ്ഞ രാജ്യങ്ങളുമായിട്ട് നാളിതുവരെയുള്ള അതേ ഒരു ചങ്ങാത്തവും സൗഹൃദവും അതിൻ്റെ ദൃഢതയും ഇനിയും നിലനിർത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നല്ല രീതിയിൽ മുമ്പോട്ട് പോകട്ടെ. താങ്ക്